1857 ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഗതി മാറ്റി എഴുതിയൊരു വർഷം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ പൊട്ടിപ്പുറപ്പെട്ട ഒരു മഹാവിപ്ലവത്തിൻ്റെ കഥയാണിത്. കേവലം ഒരു ശിപ്പായി ലഹള എന്നതിലുപരി ഇന്ത്യയുടെ ആത്മാഭിമാനം ഉണർത്തിയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു ഈ സമരം. നൂറ്റാണ്ടുകളോളം അടക്കിപ്പിടിച്ച അമർഷം അഗ്നിജ്വാലയായി മാറിയ നിമിഷങ്ങൾ. ഈ കലാപം പെട്ടെന്നുണ്ടായ ഒന്നായിരുന്നില്ല. അതിൻ്റെ വേരുകൾ ആഴത്തിൽ പതിഞ്ഞിരുന്നു. യഥാർത്ഥ കാരണങ്ങൾ ആഴത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവും മതപരവുമായ അസംതൃപ്തികളായിരുന്നു. പുതിയ എൻഫീൽഡ് റൈഫിളിലെ വിവാദമായ തിരകൾ ഒരു തീപ്പൊരി മാത്രമായിരുന്നു. ഒന്നാമതായി ലോർഡ് ഡൽഹൌസി നടപ്പിലാക്കിയ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അഥവാ ദത്താവകാശ നിരോധന നിയമം വഴി സ്വന്തമായി പിന്തുടർച്ചാവകാശങ്ങളില്ലാത്ത ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ ദുർബലപ്പെടുത്തി. സത്താറ, ഝാൻസി, നാഗ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ ഈ നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇത് രാജാക്കന്മാരിലും പ്രജകളിലും വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചു. രണ്ടാമതായി ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി നിയമങ്ങൾ കർഷകരെയും സമീന്ദാരെയും ഒരുപോലെ തകർത്തു. അമിതമായ നികുതി ഭാരം കർഷകരെ കടക്കെണിയിലാക്കി. ഭൂവെപ്പുകാരുടെയും സമീന്ദാരുടെയും പരമ്പരാഗത അവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടത് അവരെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരാക്കി. സാധാരണക്കാരുടെ ജീവിതങ്ങൾ ദുസ്സഹമായി. മാത്രമല്ല, ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ സാമൂഹിക മത പരിഷ്കാരങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കി. സതിനിരോധനം, വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ നയങ്ങൾ പുരോഗമനപരമായിരുന്നെങ്കിലും പലരും അതിനെ തങ്ങളുടെ മതത്തിലും പാരമ്പര്യത്തിലുമുള്ള ബ്രിട്ടീഷ് ഇടപെടലായി കണ്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചതും ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും മതപരിവർത്തന ഭയം ആളിക്കത്തിച്ചു. സൈനികർക്കിടയിൽ ജാതിപരമായ വേർതിരിവുകളും വിവേചനങ്ങളും ശമ്പളത്തിലെ അസമത്വവും തീവ്രമായ അസംതൃപ്തിക്ക് കാരണമായി. 1857 ജനുവരിയിൽ പുതിയതും കൂടുതൽ കൃത്യതയുമുള്ള എൻഫീൽഡ് റൈഫിളുകൾ ബ്രിട്ടീഷ് സൈന്യത്തിൽ അവതരിപ്പിച്ചു. ഈ റൈഫിളുകളുടെ തിരകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഉപയോഗിക്കുന്നതിന് മുൻപ് അവിടെ പുറം ഭാഗം ഗ്രീസ് പുരട്ടിയ കവർ പല്ലുകൊണ്ട് കടിച്ചു തുറക്കണം. ഈ ഗ്രീസിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ചേർക്കപ്പെട്ടുവെന്ന വാർത്ത ബാരക്കുകളിൽ കാട്ടുതീ പോലെ പടർന്നു. ഹിന്ദു സൈനികർക്ക് പശു പവിത്രമായിരുന്നു, അതേസമയം മുസ്ലിം സൈനികർക്ക് പന്നി നിഷിദ്ധവും. ഈ കിംവദന്തി അവരുടെ മതവികാരങ്ങളെ വല്ലാതെ വ്രണപ്പെടുത്തി. തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് നേരെ നടന്ന ഈ നീക്കം സൈനികർക്കിടയിൽ അതിരൂക്ഷമായ പ്രതിഷേധത്തിന് കാരണമായി. ബാരക്പൂരിലെ 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെൻറ്റിലെ ധീരനായ ശിപ്പായി മംഗൾ പാണ്ഡെ ആയിരുന്നു ഈ അനീതിക്കെതിരെ ആദ്യമായി ആയുധമെടുത്തത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ മതപരമായ അവഹേളനത്തിൽ രോഷാകുലനായ അദ്ദേഹം 1857 മാർച്ച് 29 തങ്ങളുടെ യൂറോപ്യൻ ഓഫീസർമാരായ ലഫ്റ്റനന്റ് ബാഗിനെയും സർജൻ മേജർ ഹ്യൂസിനെയും വെടിവെക്കുകയും വാളുകൊണ്ട് ആക്രമിക്കുകയും ചെയ്തു. ഇത് വെറുമൊരു ശിപ്പായുടെ ഒറ്റപ്പെട്ട പ്രതികരണമായിരുന്നില്ല, മറിച്ച് അടക്കിപ്പിടിച്ച ഇന്ത്യൻ സൈനികരുടെ അമർഷത്തിൻ്റെ ഒരു അഗ്നിസ്ഫുലിംഗമായിരുന്നു. മംഗൾ പാണ്ഡെ പിടികൂടി വിചാരണ കൂടാതെ ഏപ്രിൽ 8 തൂക്കിലേറ്റി വധശിക്ഷ നടപ്പിലാക്കി. എന്നാൽ രക്തസാക്ഷിത്വം വിപ്ലവത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചു. മംഗൾ പാണ്ഡെ ഒരു പ്രതീകമേ മാറിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ധീരത മീററ്റിലെ സൈനികർക്കിടയിൽ പുതിയൊരു ഉണർവ് നൽകി. 1857 മെയ് 10 മീററ്റിൽ പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച 85 ശിപ്പായിമാരെ ക്രൂരമായി ജയിലിലടച്ചു. സഹപ്രവർത്തകർക്ക് നേരിട്ട ഈ അവഹേളനം സൈനികരെ പ്രകോപിപ്പിച്ചു. അവർ പൊട്ടിപ്പുറപ്പെട്ടു. തങ്ങളുടെ സഹപ്രവർത്തകരെ മോചിപ്പിച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിനെ അവർ തങ്ങളുടെ നേതാവായി പ്രഖ്യാപിച്ചു. അതൊരു വൃദ്ധനായ ചക്രവർത്തിയുടെ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദാഹത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഈ വിപ്ലവം ഉത്തരേന്ത്യയുടെ ഹൃദയഭാഗങ്ങളിലേക്ക് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശി. കാൺപൂരിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നാനാ സാഹിബും അദ്ദേഹത്തിന്റെ വിശ്വസ്ത സേനാ നായകൻ താന്തിയ തോപ്പയും നേതൃത്വം നൽകി. ഝാൻസിയിൽ വീരവനിതയായ റാണി ലക്ഷ്മിഭായ് ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടി. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ കലാപത്തിന് ചുക്കാൻ പിടിച്ചു. ബീഹാറിലെ ജഗദീഷ്പൂരിൽ 80 വയസ്സുകാരനായ കുൻവാർ സിംഗ് ബ്രിട്ടീഷുകാർക്ക് വലിയ വെല്ലുവിളി ഉയർത്തി. ബാരലി, ഗോരഖ്പൂർ, അലംഗ്ബാദ്, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലും കലാപം ശക്തിപ്പെട്ടു. ഓരോ പ്രദേശത്തും ഓരോ നേതാക്കൾ ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ബ്രിട്ടീഷുകാർ തുടക്കത്തിൽ സ്തബ്ധരായി പോയെങ്കിലും ക്രമേണ അവർ സംഘടിതമായി തിരിച്ചടിച്ചു. ബ്രിട്ടീഷ് അധിനേതാക്കളായ ജനറൽ ഹ്യൂ റോസ്, ജെയിംസ് ഔട്ട്റോം, കോളിൻ ക്യാമ്പൽ എന്നിവർ തങ്ങളുടെ സൈനിക തന്ത്രങ്ങൾ മെനഞ്ഞു. ഡൽഹി, കാൺപൂർ, ലക്നൗ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ അതിക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു. ആൽഫ്രഡ് ലൈൽ, ജോൺ ലോറൻസ് തുടങ്ങിയ ബ്രിട്ടീഷ് അധികാരികൾ
കലാപത്തെ കേവലം ശിപ്പായി ലഹളയായി മാത്രം കണ്ടു. സൈനികമായ ഒരു പ്രശ്നമായി ലഘൂകരിച്ചു. ബ്രിട്ടീഷുകാരുടെ മികച്ച ആയുധങ്ങളും പരിശീലനവും ശക്തമായ സംഘാടനവും വിപ്ലവകാരികൾക്ക് വെല്ലുവിളിയായി. റാണി ലക്ഷ്മിഭായ് ധീരമായി പോരാടി വീരമൃത്യു വരിച്ചു. നാനാ സാഹിബും താന്തിയ തോപ്പയും ഒളിവിൽ പോയി. 1858 ജൂണോടെ കലാപം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടു. ആയിരക്കണക്കിന് ഇന്ത്യൻ ജനതയെ ബ്രിട്ടീഷുകാർ ക്രൂരമായി വധിച്ചു. ബഹദൂർ ഷാ സഫറിനെ റംഗൂണിലേക്ക് നാടുകടത്തി. അവിടെ അദ്ദേഹം അജ്ഞാതനായി മരിച്ചു. മുഗൾ സാമ്രാജ്യത്തിന്റെ അന്ത്യം കൂടിയായിരുന്നു ഇത്. കലാപത്തിന്റെ പരാജയ കാരണങ്ങൾ. കലാപകാരികൾക്ക് ഒരു ദേശീയ നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപം പ്രധാനമായും ഉത്തരേന്ത്യയിൽ ഒതുങ്ങി നിന്നു. മധ്യപ്രദേശ്, ബോംബെ, മദ്രാസ് തുടങ്ങിയ പ്രദേശങ്ങൾ കലാപത്തിൽ സജീവമായി പങ്കെടുത്തില്ല. പല നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. ആധുനിക ആയുധങ്ങൾ, മികച്ച സൈനിക പരിശീലനം, മെച്ചപ്പെട്ട ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ബ്രിട്ടീഷുകാർക്ക് മേൽക്കൈ നൽകി. കലാപകാരികൾക്ക് വ്യക്തമായ യുദ്ധതന്ത്രങ്ങളോ ദീർഘകാല പദ്ധതികളോ ഉണ്ടായിരുന്നില്ല. വിഭജിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം അവർക്ക് അനുകൂലമായി ഭവിച്ചു. കലാപം അടിച്ചമർത്തപ്പെട്ടെങ്കിലും അതിൻ്റെ ഫലങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഏറ്റവും പ്രധാനമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലായി. ഈ കലാപം ഇന്ത്യക്കാരിൽ ദേശീയതയുടെ വിത്തുകൾ പാകി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള പോരാട്ടങ്ങൾക്ക് ഇതൊരു പ്രചോദനമായി വർത്തിച്ചു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഘടനയിലും സമീപനത്തിലും ബ്രിട്ടീഷുകാർ വലിയ മാറ്റങ്ങൾ വരുത്തി. ഇന്ത്യൻ സൈനികരുടെ എണ്ണം കുറയ്ക്കുകയും യൂറോപ്യൻ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സമൂഹത്തിലെ മതപരവും സാമൂഹികവുമായ വിഷയങ്ങളിൽ ഇടപെടുന്നത് കുറച്ചു. എന്നാൽ ഇന്ത്യയെ ശക്തമായി സാമ്രാജ്യത്വത്തിൻ്റെ കീഴിൽ നിലനിർത്താൻ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. 1857 ഈ സംഭവം ചരിത്രകാരന്മാർ വിവിധ രീതികളിൽ വിശകലനം ചെയ്തിട്ടുണ്ട്. ചിലർ ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഇതിനെ കേവലം ശിപ്പായി ലഹള, സിപ്പായ് മ്യൂട്ടിനി എന്ന് മാത്രം വിശേഷിപ്പിച്ചു. ഇന്ത്യൻ ചരിത്രകാരനായ RC മജൂംദാർ ഇതിനെ പൂർണ്ണമായ ഒരു ദേശീയ സമരമായി കണ്ടില്ല. എന്നാൽ അതിൻ്റെ പ്രാധാന്യവും അംഗീകരിക്കുകയും ചെയ്തു. ഇന്നും 1857 ധീരമായ ആ പോരാട്ടത്തിൻ്റെ ഓർമ്മകൾ ഇന്ത്യൻ മണ്ണിൽ ജീവിക്കുന്നു. ഡൽഹിയിലെ കാശ്മീരി ഗേറ്റ്, ഝാൻസിയിലെ കോട്ട, കാൺപൂരിലെ നാനാറാവ് പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങൾ ആ ഓർമ്മകൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയ ബാരാക്പൂർ പോലും നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം, ഒന്നിക്കാം.